hello, welcome back to my channel. It's me Kanmani. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ ദിവസമായിട്ടേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഒന്നാമത്തെ കാര്യം എൻ്റെ വാ മൊത്തം മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തേക്കാന്ന്. ഞാൻ എണ്ണിച്ച് ഇവിടെല്ലാം നോക്കിയപ്പോൾ മിട്ടുവിനെ കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് ദാ എൻ്റെ ബുക്കൊക്കെ വെക്കുന്നതിൻ്റെ തൊട്ട് താഴത്തെ തട്ടിൽ കിടന്നുറങ്ങുന്നത്. അവിടെ ബുക്കൊന്നും ഇല്ല കേട്ടോ. ഇപ്പം മിട്ടുവിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉറക്ക സ്ഥലമാണ് അവിടെ. ഞാൻ എണ്ണിച്ച് കഴിഞ്ഞപ്പോൾ ആളും എണ്ണിച്ച് വന്നിട്ടുണ്ട്. ദാ ഈ ബേസിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാമോ? വേറൊന്നിനും അല്ല, മിട്ടുവിന് അപ്പി ഇടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിച്ച ആളൊന്നും അല്ല നമ്മുടെ മിട്ടു ഇപ്പോൾ പാത്രത്തിൽ മണ്ണൊക്കെ നിറച്ച് അതിലാണ് അപ്പി ഇടാറ്. മിട്ടു ഇപ്പോൾ വലിയ പുള്ളിയാണ്. വേറൊന്നുമല്ല, എൻ്റെ നേരത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുറിയിലൊരു ഹോളുണ്ട്. ആ ഹോൾ വഴി വെളിയിൽ പോയി മിട്ടു അപ്പിയൊക്കെ ഇട്ടിട്ട് കയറി വരുമെന്ന്. ഇപ്പം മിട്ടു കുറച്ച് വലുതായത് കാരണം ആ ഹോൾ വഴി ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പാത്രത്തിൽ മണ്ണ് നിറച്ച് വെച്ച് നോക്കാം. അപ്പി ഇടുമോയെന്ന് എനിക്ക് ഉറപ്പൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ ഇട്ടാലോ എന്ന് വിചാരിച്ച് നിറച്ച് വെച്ചതാണ്. പക്ഷേ മിട്ടുവിന് സംഭവം മനസ്സിലായി. ഇപ്പം മിട്ടു രാത്രിയിൽ എപ്പോഴും ആ ഒരു പാത്രത്തിൽ നിറച്ച് വെച്ചേക്കുന്ന മണ്ണിലാണ് അപ്പി ഇടുന്നത്. എന്നും രാവിലെ അച്ഛൻ വീട്ടിൻ്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ പുറകിന് മിട്ടു ഇറങ്ങി വന്ന്. മിട്ടുവിനെ കണ്ടപ്പോൾ അച്ഛൻ മിട്ടുവിനെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എന്നും രാവിലെ അച്ഛൻ ഇതുപോലെ നടക്കും. പക്ഷേ എൻ്റെ മിക്ക ഡേ ഇൻ മൈ ലൈഫിലൊന്നും ഇതൊന്നും കാണാറില്ല. കാരണം ഞാൻ രാവിലെ എണ്ണിക്കാറില്ലല്ലോ. രാവിലെ എണ്ണിച്ചാലല്ലേ അച്ഛൻ ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണ്ണിച്ച് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി. ഇന്ന് നേരത്തെ എണ്ണിച്ചത് വേറൊന്നിനും അല്ല, ഇന്ന് 1-ാം തീയതി അല്ലേ. അപ്പോൾ വിചാരിച്ചു രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നേരത്തെ എണ്ണിച്ചത്. അങ്ങനെ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കിനും മിട്ടുവും എൻ്റെ പുറകിന് വന്നിട്ടുണ്ട്. എൻ്റെ പുറകിന് നടക്കുവാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് എൻ്റെ പുറകിൽ, ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഇങ്ങോട്ട് എൻ്റെ പുറകിൽ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ എണ്ണിച്ചപ്പോൾ മിട്ടുവിന് ഞാൻ എവിടെയോ പോവുകയെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് മിട്ടുവിനുള്ളൊരു അസുഖമാണ് കേട്ടോ. ഞാൻ എവിടെയെങ്കിലും പോകാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കിനും ആൾക്ക് ഭയങ്കര വിഷമോ. അപ്പോൾ അവിടെ ഇവിടെ മാറിയിരുന്ന് വിഷമം കാണിക്കല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മിട്ടു ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയ പിന്നെ എവിടേക്കെങ്കിലും പോകാൻ ഭയങ്കര മടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ മുതൽ ഓരോ ഇടത്ത് മാറിയിരിക്കുകയും വിഷമം കാണിക്കലും ഒക്കെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് എവിടെയെങ്കിലും പോകാൻ. അച്ഛൻ ഈയിടെയായിട്ട് പറയുകയും ചെയ്ത് ഈ മിട്ടു ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ എന്തോ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പറയും. എനിക്കറിയത്തില്ല എന്തോ ചെയ്യുമെന്ന് ഈ മിട്ടു ഇങ്ങനെ തുടങ്ങിയാൽ. അങ്ങനെ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ധാവണി ഉടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ധാവണിയല്ല കേട്ടോ, നന്ദുവിൻ്റെ ധാവണിയാണ്. അപ്പം ഇന്നലെ വൈകിട്ടേ നന്ദു എനിക്ക് ധാവണി ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ടൊന്നും എനിക്ക് ഫ്ലീറ്റ് പിടിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലീറ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറച്ച് പാടാണ് കേട്ടോ ഫ്ലീറ്റ് പിടിക്കാൻ. ഒരുമാതിരി പട്ട് പോലത്തെ തുണി ആയതുകൊണ്ട് ഫ്ലീറ്റ് പിടിക്കാൻ ഭയങ്കര പാടാണ്. മാത്രമല്ല നമ്മൾ ഫ്ലീറ്റ് പിടിച്ചിടുമ്പോഴത്തേക്കിനും നമ്മൾ പിടിച്ചിട്ട ആ ഒരു ഷേപ്പിൽ ഈ ഒരു ഫ്ലീറ്റ് കിടക്കുന്നില്ല. ഒരുമാതിരി പട്ട് പോലത്തെ തുണി ആയതുകൊണ്ട് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഫ്ലീറ്റൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോകുന്നത് നമ്മുടെ അടൂരുള്ള കൃഷ്ണനമ്പലത്തിലാണ് കേട്ടോ. കുറേ നാളുകൊണ്ടേ നമ്മുടെ അടൂരുള്ള കൃഷ്ണനമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുമായിരുന്നു. ഇതുവരെ അങ്ങനെ പറ്റിയില്ല. എന്തായാലും ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചങ്ങ് പോവാണ്. അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ അടൂരുള്ള ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ജ്യൂസ് ഷോപ്പുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ നേരത്തെ ഞാൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് എപ്പോൾ നോക്കിയാലും ഭയങ്കര തിരക്കാണ്. ഇന്ന് പക്ഷേ കുറച്ച് തിരക്ക് കുറവാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അവിടുത്തെ ജ്യൂസ് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോഴത്തേക്കും മിട്ടുവിനെയും കാണുന്നില്ല, അച്ഛനെയും കാണുന്നില്ല. അങ്ങനെ വീടിൻ്റെ ബാക്കിലോട്ട് പോയപ്പോൾ ഉണ്ട് അച്ഛൻ മീൻ വെട്ടുമായിരുന്നു കേട്ടോ. ഞാൻ വന്ന സമയമായപ്പോഴത്തേക്കിനും അച്ഛൻ മീനൊക്കെ വെട്ടി വെച്ച്. അപ്പം മിട്ടു ആണെങ്കിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. മിട്ടുവിനാണെങ്കിൽ മീൻ വെട്ടുമ്പോഴത്തേക്കിനും അച്ഛൻ മീൻ എടുത്തിട്ട് മിട്ടുവിനെ കൊണ്ട് മണപ്പിക്കും. മിട്ടുവിന് അത് ഭയങ്കര ഇഷ്ടമാണ്. മീൻ തിന്നാൻ കൊടുത്തില്ലെങ്കിലും അങ്ങനെ മണപ്പിക്കാൻ കൊടുക്കുന്നത് മിട്ടുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മിട്ടു അച്ഛനെ കൂട്ട് അവിടെ ഇരിക്കുകയാണ്. ഇന്ന് ഭയങ്കര വെയിലാണ് കേട്ടോ. എൻ്റെ തലയൊക്കെ ഒരുമാതിരി പൊളക്കുന്ന അവസ്ഥയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ അനാവശ്യമായിട്ട് ഈ ഒരു ചൂടത്ത് പുറത്ത് പോവാതിരിക്കുക. കരിഞ്ഞ് പൊരിഞ്ഞ് ദൈവമേ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഒരുമാതിരി കിളി പാറിയ അവസ്ഥയായിരുന്നു. നമ്മൾ കറുക്കുന്നതല്ല പ്രശ്നം, നമുക്ക് തലവേദന വരും, ക്ഷീണം വരും. കറുത്താലും കുഴപ്പമില്ല, ഈ ക്ഷീണമൊന്നും വരാതിരുന്നാൽ മതി. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു വെയിലത്ത് പുറത്ത് പോവാതിരിക്കുക. അത്രയും മാറ്റി വെക്കാത്തതാണെങ്കിൽ മാത്രമേ പുറത്ത് പോവുക.
ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ രാവിലെ പോവുക, എന്നിട്ടൊരു 10 മണിക്കുള്ളിൽ വീട്ടിൽ കയറുക. അതേപോലെ തന്നെ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം ഇതുപോലെ പുറത്ത് പോവുകയാണെങ്കിൽ പുറത്ത് പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോവും. എനിക്കാണെങ്കിൽ ആ ഒരു കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേക്കിന് നല്ല സുഖം. ആ കരിഞ്ഞ് പൊരിഞ്ഞ വെയിലത്തൂന്ന് ഇങ്ങോട്ട് വന്ന് ഫാനിട്ട് ഫാനിൻ്റെ കീഴിലിരുന്നപ്പോഴത്തേക്കിന് നല്ല സുഖം. പിന്നെ ഫാനിൻ്റെ അകത്തുനിന്ന് വരുന്ന കാറ്റ് തണുത്ത കാറ്റൊന്നുമല്ല, നല്ല ചൂട് കാറ്റാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കയറി കിടന്നപ്പോഴത്തേക്കിനും നന്ദു വിളിച്ച്. നമ്മുടെ അടുത്ത് ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, കൈതക്കോട്ട് മലനടയെന്ന് പറയും. അവിടെ 29-ാം തീയതി ഉത്സവമാണ്. അപ്പം നമ്മുടെ ഈ ഒരു കരയിൽ നിന്ന് ഒരു കാളയുണ്ട്, വലിയതൊന്നും അല്ല, ചെറുതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം എന്താണെന്നൊക്കെ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നന്ദു എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കിനും ഞങ്ങൾ ചോറ് കഴിക്കുകയാണ്. ഇന്ന് ഞാൻ ചോറൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് നന്ദുവിൻ്റെ അടുത്ത് വന്ന് അവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3 പേരോട് അവിടെ ഇരുന്ന് ചോറ് കഴിക്കുകയാണ്. പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ മിട്ടുവിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന്. കുറേ നാളായി കുളിപ്പിച്ചിട്ട്, ഒരു 3-4 മാസത്തോളമായി മിട്ടുവിനെ കുളിപ്പിച്ചിട്ട്. അപ്പോൾ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. മിട്ടുവിൻ്റെ ഒരു ഷാമ്പു ഉണ്ട്, ആ ഒരു ഷാമ്പു വെച്ചിട്ടാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് മനുഷ്യന്മാർക്കും ചൂടല്ലേ, അപ്പം പൂച്ചകൾക്കും ഒക്കെ ചൂട് കാണുമായിരിക്കില്ലേ. അതുകൊണ്ട് വിചാരിച്ചു ഒന്ന് കുളിപ്പിച്ച് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൂച്ചയെ കുളിപ്പിക്കുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ കുളിപ്പിക്കാൻ അറിയത്തില്ല, കുളിപ്പിക്കാൻ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂച്ചയെ കുളിപ്പിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവർ വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്കിനും ഇവർ കൈയെടുത്ത് നമ്മുടെ ദേഹത്തൊക്കെ വെക്കാൻ ചാൻസ് ഉണ്ട്. അത് അവർ ആന്തുന്നതൊന്നുമല്ല, അവർ ആ ഒരു പേടിയിൽ നമ്മുടെ ദേഹത്തോട്ട് കൈ പിടിക്കുന്നതാണ്. പക്ഷെ അത് നമ്മുടെ ദേഹം മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹം മൊത്തം മുറിയും. മിട്ടുവിന് പിന്നെ ഞാൻ കൊണ്ടുപോയി വാക്സിൻ എടുത്തതാണ്, അതുകൊണ്ട് പിന്നെ വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാക്സിൻ എടുത്താലും നമ്മുടെ ദേഹം മുറിഞ്ഞാൽ നമുക്ക് വേദന എടുക്കുമല്ലോ. അതുകൊണ്ട് പൂച്ചയെ കുളിപ്പിക്കാൻ അറിയാത്തവർ ഇനിയും കുളിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വേണം കുളിപ്പിക്കാനായിട്ട്. ഇങ്ങനെ കൈ രണ്ടും കൂടെ ചേർത്ത് പിടിച്ചിട്ട് വെള്ളം ഒഴിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, അവർക്ക് ബലം പിടിക്കാൻ പറ്റത്തില്ല നമ്മൾ അങ്ങനെ പിടിച്ച് കഴിയുമ്പം. അങ്ങനെ ഞാൻ എന്താ മിട്ടുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മിട്ടു വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കിനും നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഷാമ്പു ഇട്ട് ശേഷം നോർമൽ വെള്ളമാണ് കേട്ടോ, നോർമൽ വെള്ളത്തിൽ ഒന്ന് ഇറക്കി നിർത്തി. എന്നാലും മിട്ടു ചെറുതായിട്ട് കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആന്താനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല, കാരണം എനിക്ക് പേടിയാണ്. ആദ്യമായിട്ടൊക്കെ ഞാൻ കുളിപ്പിച്ചപ്പോഴത്തേക്കിനും എനിക്ക് 2-3 ആന്തൽ കിട്ടിയായിരുന്നു. ആദ്യം കുളിപ്പിക്കുമ്പോൾ നമുക്ക് വലിയ ഐഡിയ കാണത്തില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ലപോലെ ആന്ത് കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, നമുക്ക് അതിൻ്റെ ഒരു നാക്കൊക്കെ മനസ്സിലായി. പിന്നെ ഞാൻ മിട്ടുവിൻ്റെ വായൊക്കെ നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട്. പല്ല് തേക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കൈ വെച്ച് തന്നെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. മിട്ടു നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. ദൈവം സഹായിച്ച് മിട്ടു കരയുമ്പോൾ സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് മിട്ടുവിനെ കിട്ടിയപ്പോൾ മുതലേ മിട്ടുവിന് സൗണ്ട് ഇല്ല. എനിക്ക് തോന്നുന്നു വഴി കിടന്നിട്ടേ മഴ പെയ്ത് വെള്ളത്തിലൊക്കെ ആയിരുന്നല്ലോ, ആ ഒരു സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഴയത്തൊക്കെ കിടന്നിട്ടായിരിക്കാം സൗണ്ട് പോയത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ കീറി പൊളിച്ച് ഇവിടെ ഇളക്കിയേനം. അങ്ങനെ അതിസാഹസികമായി ഞാൻ മിട്ടുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനിയും തോർത്തണം. മിട്ടുവിൻ്റെ സ്വന്തം തോർത്താണ് കേട്ടോ. ഇനിയും തോർത്തുന്നതാണ് കുറച്ച് ടാസ്ക്. തോർത്താൻ നമ്മൾ പിടിക്കുമ്പോഴത്തേക്കിനും നമ്മളെ കയറി അള്ളി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നോ മിട്ടു, എന്തുവാ? അയ്യോ, ഇത് നോക്കേ, ഫസ്റ്റ് എവിടെ പോയി ഉരുണ്ട്? ഇപ്പം നിൽക്കി, ഇപ്പം ഞാൻ ഒന്നുകൂടെ വെള്ളത്തിൽ മുക്കിയെടുക്കാം. നോക്ക് ഗൈസ്, കണ്ടോ, ഞാൻ കഷ്ടപ്പെട്ട് കുളിപ്പിച്ചിട്ട് തോർത്തി വിട്ട്. ഞാൻ വിചാരിച്ച് വെയിലത്ത് പോയി ഇരുന്ന് ഉണക്കട്ടെന്ന് വിചാരിച്ച് വിട്ടത് ഏതോ മണ്ണിൽ പോയി ഉരുണ്ട് പേരുണ്ട്. നാണ്ട കാണിക്കുന്ന കാണിപ്പീര് കണ്ടോ ഗൈസ്. ഇപ്പം നോക്കി, ഇപ്പം ഞാൻ വെള്ളത്തിൽ മുക്കി ഇപ്പം എടുക്കും, നോക്കിക്കോ. മിട്ടു ദേഹം മുഴുവൻ മണ്ണാക്കിയത് കൊണ്ട് വീണ്ടും പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് ദേഹമെല്ലാം തുടച്ചിട്ട് എൻ്റെ റൂമിൽ ഫാന് വിട്ടിട്ട് ഞാൻ കൊണ്ട് പൂട്ടിയിട്ട്. പിന്നെ കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിനും ദേഹമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുറന്ന് വിട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മണ്ണിൽ പോയാലും ദേഹത്ത് പറ്റി പിടിക്കത്തില്ലല്ലോ. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ ഓർത്തില്ല. നനഞ്ഞ ദേഹത്ത് മണ്ണ് പറ്റിയാൽ അത് അഴുക്കായിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ.
പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ട് മണ്ണിൽ പോയി പെരണ്ടാലും അത് പൊടി പോലെ അങ്ങ് പോയിക്കോളും. കുളിപ്പിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ക്ഷീണമുണ്ട്, നന്നായിട്ട് ഉറങ്ങുവാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൂടെയൊക്കെ പോകുമ്പോഴത്തേനും ചാടി എണ്ണിക്കുന്ന. ഇപ്പം ഞാൻ അടുത്തൂടെ പോയി വീഡിയോ എടുത്തിട്ട് പോലും ആളറിയുന്നില്ല, അതുപോലെ കിടന്ന് ഉറങ്ങുക. എനിക്കൊന്ന് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല ക്ഷീണം കാണും. പിന്നെ ഇത് കണ്ടോ, ഇത് രണ്ടും മിട്ടുവിൻ്റെ സാധനങ്ങളാണ്. ഇത് മിട്ടുവിൻ്റെ ടോണറാണ്. ഇച്ചിരി നല്ല മണമുള്ളൊരു ടോണറാണ് കേട്ടോ. നമ്മുടെ തലവരെ മത്ത് പിടിക്കും. ഞാൻ അതുകൊണ്ട് അത് വലുതായിട്ട് യൂസ് ചെയ്യത്തില്ല. പിന്നെ ഇത് മിട്ടുവിൻ്റെ വൈപ്സാണ്. ഞാൻ പറഞ്ഞില്ലേ മിട്ടുവിനെ ഒരു 3-4 മാസമായി കുളിപ്പിച്ചിട്ടെന്ന്. കുളിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു വൈപ്സ് ഇട്ട് മിക്ക ദിവസവും മിട്ടുവിൻ്റെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ എടുത്തിട്ടും ഇതൊക്കെ അനങ്ങുന്ന സൗണ്ട് കേട്ടിട്ടും മിട്ടു എണ്ണിക്കുന്നില്ല. കാരണം നല്ല ക്ഷീണമായിട്ട് കിടന്നുറങ്ങുക. അങ്ങനെ മിട്ടു അവിടെ നല്ല ക്ഷീണമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കിനും അച്ഛനും കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ നല്ല പോലെ സ്കൂട്ടർ വിടുന്നുണ്ട് കേട്ടോ. കാരണം അച്ഛൻ നന്നായിട്ട് കൂർക്കം വലിക്കും. അതുകൊണ്ട് അച്ഛൻ കൂർക്കം വലിച്ചൊക്കെ കിടന്ന് ഉറങ്ങുക. അച്ഛനും അവിടെ കിടന്ന് ഉറങ്ങട്ടെ. പിന്നെ വൈകിട്ടായപ്പോൾ ചായ ഇട്ടു. ചായ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ചായ കുടിക്കാനായിട്ട് നന്ദുവിനെ വിളിച്ച്. പിന്നെ ഞങ്ങൾ നല്ല ബിസിയാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ബുക്കും കൊണ്ട് പോയപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞു തരാം. ഉത്സവത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 29-ാം തീയതി നമ്മുടെ ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവം പ്രമാണിച്ച് നമ്മൾ കാളെ ഇറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഡ്രസ് കോഡുണ്ട്. അപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം ഡ്രസ് കോഡുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കൊക്കെ നോക്കുന്നത് നന്ദുവിൻ്റെ ഭർത്താവാണ്. അപ്പോൾ പെണ്ണുങ്ങളുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ പൈസ വാങ്ങിച്ച് വെക്കുന്നത് നന്ദുവാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതുന്നതാണ് ഈ 2-3 ദിവസമായിട്ടുള്ള ഞങ്ങളുടെ പണി. ഞങ്ങൾ എഴുതി വെക്കും, കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ പൈസ കൊണ്ട് തരും, പിന്നെയും വെട്ടിത്തിരുത്തി എഴുതും, പിന്നെയും പൈസ കൊണ്ട് തരും. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള കണക്കെടുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. 2-3-4 ദിവസമായിട്ട് ഇത് തന്നെയാണ്. നന്ദുവിനാണെങ്കിൽ തലേ പ്രാന്ത് കയറിയിരിക്കുക. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കോള് വരുന്നുണ്ട്, ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ്. ആദ്യം നമ്മൾ ഡ്രസ്സ് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കിനും കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഒരുപാട് പേർക്ക് നമുക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ കാളയുടെ കൂടെ പോകുമ്പോഴത്തേക്കിനും കുറേ പേര് ഡ്രസ് കോഡിങ്ങിലുണ്ടെങ്കിൽ നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം ഞങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, കാരണം ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ ഈ ഡ്രസ് കോഡിങ്ങിൻ്റെ ഈ ഒരു ഇതിൽ. അപ്പം കുറേ പേരുള്ളത് കൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നന്ദു ഇപ്പോൾ ഏത് സമയവും ഫോണിൽ കാൽക്കുലേറ്റർ എടുക്കുക, കോള് വരിക, കാൽക്കുലേറ്റർ എടുക്കുക, കോള് വരിക. ഞാനാണെങ്കിൽ എഴുതുക കേൾക്കുക, ഇത് തന്നെയാണ്. പിന്നെ എൻ്റെ ചുണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എൻ്റെ ചുണ്ട് വല്ലാത്ത വേദനയാണ്. അവിടെല്ലാം പൊട്ടിയത് കാരണം എനിക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നില്ല, ചായ കുടിക്കാൻ പറ്റുന്നില്ല, ഒന്നും ആസ്വദിച്ച് പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരൂടെ ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുക. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഉത്സവത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഡ്രസ് കോഡും കാര്യങ്ങളും ഒക്കെ. പലരും പല രീതിയിലാണ് തയ്ക്കുന്നത്. അമ്മമാരൊക്കെ സാരിക്കുള്ള ബ്ലൗസായിട്ടാണ് തയ്ക്കുന്നത്. പിന്നെ ആണുങ്ങളൊക്കെ ഷർട്ടായിട്ടും. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് പല മോഡൽസ് ഉണ്ടല്ലോ. ചിലർ ഫ്രോക്ക്, ചിലർ കുർത്തീസ്, ചിലർ ജീൻസിൻ്റെ ഷർട്ടായിട്ട് തയ്ക്കുന്നവരുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ അന്ന് ഉത്സവത്തിൻ്റെ അന്ന് നമ്മൾ ഇടുമ്പോൾ കണ്ടാൽ മതി ഞങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇടുന്നതെന്ന്. അന്ന് എന്തായാലും ഉറപ്പായിട്ട് ഒരു വ്ളോഗ് കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ വ്ളോഗ് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മാക്സിമം വ്ളോഗ് എടുക്കാൻ നോക്കാം. തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും കാണാതിരിക്കത്തില്ല. അപ്പോൾ അതിടുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഏതൊക്കെ ഡ്രസ്സാണെന്നുള്ളത്. പല മോഡൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെ തയ്ക്കണമെന്നുള്ളത്. അതിനും തുണി കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ തയ്ക്കാൻ പറ്റുമോ, അങ്ങനെ തയ്ക്കാൻ പറ്റുന്ന തുണിയാണോ എന്നൊന്നും അറിയത്തില്ല. അതിനും തുണി കൈ കിട്ടിയാലേ അറിയത്തുള്ളൂ. ഇനി തുണി കൈ കിട്ടിയിട്ട് വേണം തയ്ക്കാൻ കൊടുക്കാനായിട്ട്. അതിൽ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ തയ്ക്കാൻ കൊടുക്കുന്നിടത്ത് നല്ല തയ്ച്ചില്ലെങ്കിൽ തീരും. വാ മിട്ടു, വാ മോനെ ഉറങ്ങാം. ഞാൻ കഥ പഠിക്കാൻ പോവാണേ. വാ മിട്ടു, ഞാൻ കഥ പഠിക്കാൻ പോവാ. ബൈ ബൈ മിട്ടുവേ. പൊന്നെ വാ, പൊന്നെ തുന്തടോ വാടാ, ഞാൻ ഉറങ്ങാൻ പോവാ. മിട്ടുവേ വാ വാ, എളുപ്പം വന്നാട്ടെ, ഞാൻ പോവാണേ. എളുപ്പം വന്നാട്ടെ, വാ മോനെ വാ. കുഞ്ഞുനോ വാടോ മോനെ, വന്നാട്ടെടി മോനെ. മിട്ടുവേ വാ മോനെ, ഞാൻ പോവാണേ, അടയ്ക്കുവാണേ.
ഇട്ട് ഞാൻ പോവാണേ. കേറി ഞാൻ അടക്കട്ടെ. അയ്യോ എന്റെ പൊന്ന്. അച്ഛൻ കുറേ നേരം അടുത്ത് പിടിച്ച് കിടത്താൻ നോക്കിയിട്ടും ആള് കിടന്നില്ല. അവന് എൻ്റെ റൂം അടയ്ക്കുമ്പോഴത്തേനും ഭയങ്കര പിന്നെ വെളിയിൽ നിൽക്കത്തേയില്ല. അങ്ങനെ വഴക്കുണ്ടാക്കിയതാ പിന്നെയും കയറി വന്ന്. പിന്നെ കുറച്ച് നേരം ഇനിയും കളിയാണ് കേട്ടോ. ആ മണ്ണിൻ്റെ അകത്ത് കയറിയിരുന്ന് കളിക്കുക. അങ്ങനെ സക്സസ്ഫുള്ളി ഇന്നത്തെ ഒരു ദിവസവും കടന്നുപോയി. പുറത്ത് പോയി വന്നതിൻ്റെ ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ട്. അതുമാത്രമല്ല വായ്ക്കകം മുറിഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു നീരൊക്കെ കവിളിലോട്ടുകൂടി ഇറങ്ങുന്നുണ്ട്. നല്ല വേദനയാണ് കേട്ടോ അങ്ങനെ വായ്ക്കകം മുറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവിടം വരെ എല്ലാവർക്കും ബൈ ബൈ.